ആകപ്പാടെ അറിയാവുന്ന കാര്യം ഷൊർണൂരിൽ നിന്ന് എറണാകുളത്ത് കൊണ്ടുപോയി അപ്പം വിൽക്കാവുന്ന സംഭവം മാത്രമാണ്. ഫ്ലാഷ് ബാക്ക്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഇങ്ങനെയൊരു പദ്ധതി കേന്ദ്രമന്ത്രിയുടെ മനസ്സിലുള്ളതായി പോലും അറിവില്ല എന്നാണ്. അല്ല, അദ്ദേഹത്തിനും പി രാജീവിനും ഒക്കെ അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ടെന്നേ. മുഖ്യമന്ത്രിയുടെ ചർച്ച നടത്തിയ കാര്യമാണിത്. അത് കഴിഞ്ഞ് ഈ പ്രപ്പോസൽ വന്നു കഴിഞ്ഞ് തലേ ദിവസം ഒരു ബജറ്റിന്റെ തലേ ദിവസം ചാടിപ്പിട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇത് ആരെ കാണിക്കാനാണിത്? ഇനി ഇവർ എത്ര ഇവർക്ക് അറിയാവോ റെയിൽവേ എന്ന് പറയുന്ന സാധനം എന്താണ്? ട്രെയിനിൽ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിട്ടുള്ള അല്ലാതെ റെയിൽവേ അതിന്റെ എക്സ്പെർട്ടീസ് ഉണ്ടോ? അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടോ? ടെക്നോളജി ഉണ്ടോ? ഒരു സാധനമില്ല. ആകപ്പാടെ അറിയാവുന്ന കാര്യം ഷൊർണൂരിൽ നിന്ന് എറണാകുളത്ത് കൊണ്ടുപോയി അപ്പം വിൽക്കാവുന്ന സംഭവം മാത്രമാണ്. അങ്ങനെ അപ്പം ചുടുന്ന പോലെ ഉണ്ടാക്കുന്ന സാധനം അല്ല ദിവ്യ ഇത്. ഈ അതിവേഗപാതയിലായാലും സർക്കാരിന്റെ സഹായമില്ലാതെ നടക്കില്ല ശ്രീ ശിവപ്രസാദ്, താങ്കൾക്കും അറിയാമല്ലോ. അത് ഏത് പദ്ധതിയായാലും സർക്കാരിന്റെ സഹായമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ഇനി കേന്ദ്രം വിഭാഗം ചെയ്യുന്നതായാലും കേന്ദ്രം അനുമതി നൽകിയാലും. ഇപ്പൊ ഈ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ഈ ശ്രീധരന്റെ പദ്ധതി അല്ലെങ്കിൽ ശ്രീധരൻ കൊടുക്കുന്ന DPR കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു മുമ്പോട്ട് പോയി. ഇവിടെ വരുന്ന ഏത് സർക്കാരായാലും ദേ വിൽ ബി ഫോഴ്സ്ഡ് ടു കോപ്പറേറ്റ്. അവർ ചെയ്തേ പറ്റുള്ളൂ. കാര്യം ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണിത്. ഇത് അല്ലാതെ ഈ ശ്രീധരന്റെ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിനോട് പോയി പണി നോക്ക്. ഇത് കേരളമാണ്, എന്താണ് 21ാം നൂറ്റാണ്ടാണ്, ഫാസിസ്റ്റുകളുടെ റെയിൽവേ ഞങ്ങൾക്ക് വേണ്ട എന്നൊന്നും ഒരു സർക്കാരിനും പറയാൻ പറ്റില്ല ദിവ്യ. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം.